പാഠം 1047 കാണാപ്പുറങ്ങൾ. നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയർന്നതിനെ തുടർന്ന് സാധാരണക്കാർ പ്രതിസന്ധിയിൽ. ജീവിത ചിലവിലുണ്ടായ വൻ വർധന ശരാശരി മലയാളിയുടെ സാമ്പത്തിക നില തകരാറിലാക്കുകയാണ്. കുതിച്ചുയരുന്ന വില പിടിച്ചു നിർത്താൻ സർക്കാർ കഠിന ശ്രമം നടത്തുകയാണെന്ന് മന്ത്രി. ഇങ്ങനെ പോയപ്പെട്ടത് തന്നെ എന്താ അമേ, ഓ സാധനങ്ങളുടെ വില ഓരോ ദിവസവും കഴിയും തോറും കൂടി വരികയാണ്. വളരെ സൂക്ഷിച്ച് ജീവിച്ചില്ലെങ്കിൽ സംഗതി കുഴപ്പമാവുമേ. ഇപ്പൊ സൂക്ഷിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സൂക്ഷിക്കുന്നതിന് നല്ലത് ജീവിക്കാതിരിക്കുന്നതാ. എന്താ നോക്കണത് മോഹനേട്ടാ? ഈ നാട്ടിൽ ഏറ്റവും ചെലവ് കുറച്ച് ജീവിക്കുന്നത് നമ്മളാണ്. ഇനിയും ചെലവ് കുറയ്ക്കുന്നത് എങ്ങനെയാണ്? നീയല്ലേ ഈ ചായയിൽ പഞ്ചസാര ഇട്ടത്? കൂടുതലാണ്. ഇത്രയും പഞ്ചസാര ഇതിനകത്ത് തട്ടിയിടേണ്ട കാര്യം എന്താണ്? ഞാൻ എന്നും ഇത്രയും പഞ്ചസാര തന്നെയാണ് ഇടുന്നത്. ഭാമേ, ഇതിൽ നീട്ടിരിക്കുന്നതിന്റെ പകുതി പഞ്ചസാരയാണ് എല്ലാ ദിവസവും ചേർക്കുന്നതെങ്കിൽ ഒരു മാസം കുറഞ്ഞത് 1 കിലോ പഞ്ചസാരയെങ്കിലും നമുക്ക് ലാഭിക്കാൻ പറ്റൂല്ലേ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെലവ് കുറയ്ക്കേണ്ടത്. ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്ന ഒട്ടും വെള്ളം ചേർക്കാത്ത പാലല്ലേ? പാലിൽ കുറച്ച് വെള്ളം ചേർക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ചെയ്താൽ 1 ലിറ്റർ പാല് കൊണ്ട് 3 ദിവസം നമുക്ക് സുഖമായി ചായ കുടിക്കാം. നന്നായി. പാലിൽ പകുതി വെള്ളം ചേർക്കുക, പഞ്ചസാര പകുതി മാത്രം ഉപയോഗിക്കുക, ചായപ്പൊടി പേരിന് മാത്രം ചേർക്കുക. പാല് തിളയ്ക്കുന്നതിന് മുന്നേ ചായ ഉണ്ടാക്കിയെടുത്താ ഗ്യാസ് ലാഭിക്കാം. അത്തരം ചായ കുടിച്ച് വയറിളക്കം പിടിച്ച് ആശുപത്രിയിലാവുമ്പോ എത്ര രൂപ ചെലവാകും? അതെ, ഇത്ര കഷ്ടപ്പെട്ട് ചായ കുടിക്കുന്ന എന്തിനാണ്? ഈ ചായ കൂടി അങ്ങ് വേണ്ടാന്ന് വെക്കാലോ. അപ്പൊ പാല് വേണ്ട, ചായപ്പൊടി വേണ്ട, പഞ്ചസാര വേണ്ട, ഗ്യാസിൽ ലാഭിക്കാം. അതല്ലേ നല്ലത്? മറക്കാതെ പറയണേ. രാവിലെ ഓരോ കണ്ടുപിടുത്തം കൊണ്ട് വന്നോളൂ. ഹലോ, അതെ, ഉണ്ട് കൊടുക്ക. അറിയില്ല. ഹലോ, നീയായിരുന്നു വിദ്യ? എന്തിനാണ് മോനിട്ട് അറിയില്ല എന്ന് പറഞ്ഞത്? എനിക്കറിയില്ല. അതെ അതെയോ? എന്താ രാവിലെ? ഞാൻ അറിഞ്ഞായിരുന്നു. എന്നോട് സുഭദ്രയാ പറഞ്ഞത്. അവള് 2 ചുരിദാർ വാങ്ങി. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് മോളെ. കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള സാറ് എന്നെ തട്ടും. ഓവേ, ചായയിൽ പഞ്ചസാരയും പാലും കുറയ്ക്കുന്നതിനെ പറ്റി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുടെ അടുത്താണ് ഇനി ചുരിദാറിന്റെ കാര്യം പറയുന്നത്. അതൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. നീ പോയി ഞാൻ കൂടെ വരാം, അത്രേ ഉള്ളൂ. ശരി മോനട്ടാ, ഇവിടെ ഗായത്രി ടെക്സ്റ്റൈൽസിൽ പുതിയ ചുരിദാർ വന്നിട്ടുണ്ട്. പുതിയ മോഡലാ. സുഭദ്ര വാങ്ങിയത് ഞാൻ കണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്. വിദ്യയും വാങ്ങാൻ പോവുകയാണ്. ഞാൻ ചെല്ലുന്നുണ്ടോ എന്നറിയാനാണ് വിളിച്ചത്. മനസ്സിലായി. പക്ഷേ നീ എന്നെ നാണം കെടുത്താൻ നോക്കി എന്തിനാണ്? നാണം കെടുത്തിയോ? ചായയുടെ കാര്യം നമ്മൾ തമ്മിൽ സംസാരിച്ചാണല്ലോ. അതെന്തിനാണ് നീ വിദ്യയോട് വിളിച്ച് സംസാരിക്കാൻ പോയത്? അത്ര ഉണ്ടായിരുന്നല്ലോ. ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സത്യം ആരോടും പറയാം, ഉറക്കം പറയാമെന്ന് മോഹനയുടെ തന്നെയല്ലേ എപ്പോഴും പറയാറുള്ളത്. ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് വിദ്യയോടും പറയാം, നാട്ടുകാരുടെ മുഴുവനും പറയാം. സത്യം ബ്രുവാദ് പ്രിയം ബ്രുവാദ് നബ്രുയാദ് സത്യം അപ്രിയം എന്ന് നീ കേട്ടിട്ടുണ്ടോ? പ്രിയമായതും പറയാം, സത്യമായതും പറയാം. പക്ഷേ അപ്രിയമായ സത്യങ്ങൾ പറയരുത് എന്നാണ് ശാസ്ത്രം. അപ്പൊ മോഹനേട്ടന്റെ പിശുക്കൊരു സത്യമാണെന്നും ആ സത്യം അപ്രിയമാണെന്നും സമ്മതിച്ചു.
ആമേ, ഇതൊരു വീടാണ്. ഞാനും നീയും ഭാര്യയും ഭർത്താവുമാണ്. ഓ, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള എല്ലാ കാര്യങ്ങളും സത്യമാണ് എന്നതിന്റെ പേരിൽ നമ്മൾ നാട്ടുകാരെ വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? ഞാനൊരു ചായയുടെ കാര്യം മാത്രല്ലേ മോഹനേട്ട പറഞ്ഞുള്ളൂ. പഞ്ചസാരയും പാലും കുറച്ച് ഉപയോഗിച്ചുണ്ടാക്കുന്ന ചായയെക്കുറിച്ച് വിദ്യൊന്നും അറിയട്ടെ. അവള് ചെലവ് കുറക്കിട്ടെന്ന്. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് ഓരോരോ സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചായയുടെ കാര്യം മാത്രമല്ലല്ലോ നീ പറഞ്ഞത്, ചുരിദാറിന്റെ കാര്യവും പറഞ്ഞു. നിനക്ക് ചുരിദാർ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെന്നും ഞാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് അത് വാങ്ങാൻ പറ്റാത്തതെന്നും ഒക്കെ അല്ലേ നീ ആ പറഞ്ഞു കൊടുത്തത്? അതാണല്ലോ സത്യം. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ചുരിദാർ വാങ്ങാൻ സമ്മതിക്കാത്തത് എന്ന് നിനക്കറിയാമോ? ഇങ്ങനെ സാരിയും ചുരിദാറും കണ്ണിൽ കണ്ടതൊക്കെ വാങ്ങി പണം ധൂർത്തടിച്ചാൽ നമ്മൾ ഇതിന്റെ ഭാവിയിൽ ബുദ്ധിമുട്ടും. സത്യത്തിൽ നിന്റെ ഭാവിയെ കരുതിയാണ് ഞാൻ ഇതിനൊന്നും സമ്മതിക്കാതിരിക്കുന്നത്. അയ്യോ, അതെനിക്ക് അറിയാലോ മോനേട്ടാ. ശരിയാണോ? നീ വിദ്യാലക്ഷ്മിയുടെ അങ്ങനെ പറഞ്ഞെടുത്ത് ചുരിദാർ വാങ്ങുന്ന കാര്യം പറഞ്ഞപ്പോൾ നീ വിദ്യയോട് പറയണമായിരുന്നു. വിദ്യ, അങ്ങനെ തോന്നും പോലെ ധൂർത്തടിച്ച് കളയാനുള്ളതല്ല ഞങ്ങളുടെ കയ്യിലുള്ള പൈസ. പണം എങ്ങനെ ശരിയായി ചിലവാക്കണം എന്നുള്ള കാര്യമൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്റെ മോഹനേട്ടൻ. മോഹനേട്ടൻ പറയുന്നത് പോലെ മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് പറയണമായിരുന്നു. മോഹനേട്ടൻ പറയുന്ന പോലെ മാത്രമാണല്ലോ അല്ലെങ്കിൽ ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. ചെയ്യുന്നുണ്ടായില്ലല്ലോ. പിന്നെ അത് മറ്റുള്ളവരോട് പറയും വേണം. നിന്നെ പറ്റി ഞാൻ എല്ലാവരോടും നല്ലത് മാത്രമേ പറയാറുള്ളൂ. പക്ഷെ നീയോ എന്താണ് കിട്ടുന്ന അവസരത്തിലൊക്കെ ഞാനൊരു പിശുക്കനാണ്, മുൻകോപിയാണെന്നൊക്കെ ഉള്ള കള്ളം പറഞ്ഞു നടക്കല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അതിന് എത്ര വലിയ പ്രശ്നം? ഭർത്താവിനെ താഴ്ത്തി പറയുന്നത് വലിയ മിടുക്കാണ് എന്ന് കരുതുന്ന നിന്നെ പോലുള്ള സ്ത്രീകൾ ഒരു കാലത്ത് നന്നാവില്ല. മാന്യയും യോഗ്യയുമായ ഒരു പെണ്ണ് സ്വന്തം ഭർത്താവിനെ പറ്റി നല്ലത് മാത്രമേ പറയൂ. നല്ല ഭർത്താവെ, അതൊന്ന് പോയി നോക്കൂ. സൗകര്യമില്ല. അതാണ്, അതിലും ഞാൻ നല്ല വേണം. നമസ്കാരം വക്കീലെ. നമസ്കാരം. എന്താ കോന്തോട്ടി രാവിലെ? ഞാൻ ആ കേസിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? രാജേന്ദ്രനെ കൊണ്ട് സഹിക്കാൻ പറ്റാതായി വക്കീലെ. ഇന്നലെ അവൻ വേലിയുടെ കുറെ ഭാഗം കൂടെ പൊളിച്ചു. അല്ല, പോലീസ് പരാതിപ്പെടാൻ ഞാൻ പറഞ്ഞിരുന്നല്ലേ? അതുകൊണ്ടൊന്നും ഒരു വിശേഷവും ഇല്ല. പോലീസുകാർ വരുമ്പോ അവൻ തർക്കിക്കും, ഞാൻ സ്ഥലം കയ്യേറിയെന്നും പറഞ്ഞ്. കോടതി വഴി ഒരു പരിഹാരം കാണുക വഴിയുള്ളൂ. അതിപ്പോ ഗോവിന്ദൻകുട്ടി പറയുന്നൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഞാൻ ഈ കേസ് ഏറ്റെടുക്കണമെങ്കിൽ മോഹനേട്ടൻ അനുവാദം വേണം. എല്ലാ കാര്യവും ഞാൻ എന്റെ മോഹനേട്ടനോട് ചോദിച്ചാൽ ചെയ്യാറുള്ളൂ. അല്ല, അതങ്ങനെയാണല്ലോ വേണ്ടത്, അല്ലേ? ഒരുപാട് ലോകവിവരമുള്ള ആളല്ലേ എന്റെ മോഹനേട്ടൻ. മോഹനേട്ടൻ പറയുന്ന അനുസരിച്ചാ നല്ലത് മാത്രമേ വരുള്ളൂ. അത് ശരിയാ. ഈ കേസിന്റെ കാര്യം ഞാൻ മോഹനേട്ടനോടൊന്നും പറയട്ടെ. കേസ് ഞാൻ ഏക്കണോ വേണ്ടോന്ന് അപ്പം മോഹനേട്ടൻ പറയും. കേസിൽ എത്ര രൂപ ഫീസ് വാങ്ങണമെന്നതും മോഹനേട്ടനെ തീരുമാനിക്കുക. അത് മാത്രമല്ല, കേസ് എന്ന് ഫയൽ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് മോഹനേട്ടന്. അത് ശരി. കേസ് കോടതി വരുമ്പോ എന്താണ് കോടതി പറയേണ്ടതെന്നും മോഹനേട്ടൻ പറയും. അല്ല, മോഹനകൃഷ്ണൻ സാറിന് കേസിന്റെ കാര്യങ്ങളൊക്കെ അറിയാവോ? അയ്യോ, മോഹനേട്ടൻ അറിയാത്ത എന്ത് കാര്യമുള്ളത്? ഉദാഹരണത്തിന്, ചായയിൽ എത്ര പാല് ചേർക്കണം, എന്തുമാത്രം പഞ്ചസാര ഇടണം എന്നെല്ലാം മോഹനേട്ടനൊന്ന് ചോദിച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും അറിയാം. അതൊക്കെ എനിക്കും അറിയാം. ഗോവിന്ദൻകുട്ടിയുടെ അറിവ് പോലത്തെ അറിവല്ല മോഹനേട്ടന്റെ അറിവ്. ഗോവിന്ദൻകുട്ടി, എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മോഹനേട്ടനോട് ചോദിക്കും. അതുപോലെ ഇപ്പൊ എനിക്കൊരു ചുരിദാർ വേണമെന്നിരിക്കട്ടെ. എന്റെ പൈസ ഉണ്ട്, പക്ഷേ ഞാൻ വാങ്ങില്ല. എന്താ എന്താ എനിക്ക് എപ്പോഴാണ് ചുരിദാർ വേണ്ടത് എന്ന് മോഹനേട്ടനാണല്ലോ നിശ്ചയം. അങ്ങനെയാണോ? പിന്നല്ലാതെ. എന്റെ കാര്യം മാത്രമല്ല, നാട്ടിലുള്ള സകലരുടെയും കാര്യം അവരെക്കാട്ടിലും അറിയാവുന്നത് മോഹനേട്ടനാ.
ഇപ്പൊ ഗോവിന്ദ കുട്ടിക്ക് പുതിയ ഷർട്ടോ പാന്റോ വാങ്ങണമെന്ന് കരുതുക. അപ്പൊ മോഹനേട്ടന്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചാൽ മതി. ആ എന്റെ ഭർത്താവായതുകൊണ്ട് പറയല്ല, ഈ നാട്ടിലെ ഏറ്റവും മഹാനായ മനുഷ്യൻ മോഹനേട്ടന. സത്യത്തിൽ ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ഉള്ളത് പറയാലോ വക്കീലെ, എന്റെ ഭാര്യ ഒന്നും ഇങ്ങനല്ല. അവളുടെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടാൻ ചെന്ന അവൾ എന്നെ ചീത്ത വിളിക്കും. അച്ചോ, അതൊന്നും ഗോവിന്ദകുട്ടി സമ്മതിച്ചു കൊടുക്കരുത്. ഗോവിന്ദകുട്ടി, ആ കല്യാണം കഴിഞ്ഞ പിന്നെ പെണ്ണുങ്ങളും ഭർത്താവ് പറയുന്നത് മാത്രമാണ് അനുസരിക്കേണ്ടത്. അങ്ങനെ അനുസരിച്ചില്ലെങ്കിലേ അങ്ങ് ഡൈവോഴ്സ് കളഞ്ഞോണം. കേസ് എന്നെ ഏൽപ്പിച്ചാ മതി, ഞാൻ ശരിയാക്കിയോളാം. എന്റെ അതിര് തർക്കത്തിന്റെ കാര്യം പറ വക്കീലെ, ഞാൻ അതിനാ വന്നത്. ഞാന് എന്തായാലും മോഹനോടൊന്ന് ആലോചിക്കട്ടെ. ഗോവിന്ദകുട്ടി ഉച്ചയാകുമ്പോഴേക്കും വക്കീൽ ഓഫീസിലേക്ക് വന്നാൽ മതി. ശരി ശരി. അപ്പൊ സാർ ഇവിടെ ഉണ്ടായിരുന്നോ? വക്കീല് പറഞ്ഞൊക്കെ നേരാണോ സാറേ? ആണെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കണ്ട. എന്തായാലും സാറിനെ ഇങ്ങനെ സഹിക്കുന്ന വക്കീലിനെ സമ്മതിക്കണം. നാട്ടുകാരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തു. എന്താ നിന്റെ ഉദ്ദേശം? എന്ത്? മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ കളിയാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. മോഹനേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അടുക്കള വെച്ച് മോഹനേട്ടൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്, ഭർത്താവിന്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചാൽ മാത്രം പോരാ ഒരു ഭാര്യ, അങ്ങനെ അനുസരിക്കുന്ന ഒരു ഭാര്യയാണ് എന്ന് മറ്റുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ പറയാൻ വേണമെന്ന് അല്ലേ? ഞാനത് ഗോവിന്ദൻകുട്ടിയോട് പറഞ്ഞു, അത്രയല്ലോ. ഇതിനെയാണ് ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് എന്ന് പറയുന്നത്. ചുമ്മാ തർക്കിക്കാൻ നിൽക്കല്ലേ മോഹനേട്ടാ. മോഹനേട്ടനെ പറ്റി നല്ലത് മാത്രം പറയുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ മോഹനേട്ടൻ അതിൽ തൃപ്തിയില്ലാത്തതിൽ ഞാൻ എന്ത് പഴിച്ചു? നീ വിദ്യയോട് സംസാരിച്ച കേട്ടാണല്ലോ. അതൊരു തമാശ പറഞ്ഞല്ലേ. പക്ഷെ ചുരിദാറിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞത്? എനിക്ക് ചുരിദാർ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, മോഹനേട്ടൻ അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങുന്നില്ല എന്ന്. മോഹനേട്ടന് ഇഷ്ടമാണ്, എനിക്ക് എന്റെ ഇഷ്ടത്തിനെക്കാട്ടിലും പ്രധാനമെന്ന് മനസ്സിലാക്കാൻ അതുപോലെ. എന്താ മോനേട്ടാ, തോമസ് കുട്ടിച്ചേട്ടന്റെ കേസ് വാദിച്ച് എന്റെ ഫീസ് ഇന്ന് എനിക്ക് കിട്ടും. 4-5 ചുരിദാർ വാങ്ങാൻ എനിക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അത് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. എന്നിട്ടിപ്പോഴോ ഞാനത് വേണ്ട എന്ന് വെച്ചുള്ള കാര്യത്തിൽ മോഹനേട്ടൻ ഒരു നന്മയും കാണുന്നില്ല. പക്ഷേ മോഹനേട്ടനെ പറ്റി ഞാനെന്തോ തമാശ പറഞ്ഞാണ് വലിയ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് മോഹനേട്ടൻ ആ വാശിയും പിടിച്ചോണ്ടിരിക്കുന്നു. ഇത് ശരിയാണോ? എനിക്ക് ആഫീസ് പോകുന്നേരായി. അതെ, ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുക എന്ന് പറയുന്നത് ഇതിനെയാണോ? ആണ്. ഹലോ, അതെ ഉത്തമനാണ്. എന്റെ ബാലകൃഷ്ണൻ, നീ എവിടെയടേ? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ നിന്നെ വിളിക്കാണ്. എടേ യോവന ചേട്ടനെ ആ സ്ഥലം വെക്കാൻ റെഡി ആയിട്ട് നിൽക്കാണ്. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്നോ നാളെ ഒരു അഡ്വാൻസ് കൊടു. ഓക്കെ. അതെ, ഇല്ലേ കയ്യിൽ നിന്ന് പോകും. ഓ ശരി 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 ശരി. ഒരു കാര്യം ചെയ്യേ, വൈകിട്ട് നമുക്ക് കാണാമേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. നമസ്കാരം സാറേ. നമസ്കാരം. കൂടെ രാവിലെ പഞ്ചായത്ത് മെമ്പർ ഗോപാലൻകുട്ടി ചേട്ടനെ ഒന്ന് കാണണം. ഒരു വസ്തുവിന്റെ കച്ചവടത്തിന്റെ കാര്യം പറയാനാ. അത് നടന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു സാറേ. എന്റെ അമ്മോ സാറേ, അത് നോക്കണം. ശശാങ്ക ചേട്ടൻ തെയ്യം കളിക്കുന്നു. കഷ്ടം. രാവിലെ എന്നെ അടിച്ച് ഫിറ്റായിട്ട് എത്തിക്കണ്ട. ഇനിയിപ്പോ നോക്കണ്ട. കഷ്ടം. കയ്യിലുള്ള കാശ് കൊടുത്ത് എന്തിനാണ് മനുഷ്യനെ ഇങ്ങനെ ആരോഗ്യവും അഭിമാനവും കളയുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. സാറേ, അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാര്യം വീട്ടിൽ സമാധാനം ഇല്ലാതെ വരുമ്പോ ആരായിരുന്നാലും കുടിച്ചു പോകൂലേ? എന്താ വീട്ടിൽ സമാധാനം ഇല്ലാത്തത്? ഒന്നും പറയാതിരിക്കണേ നല്ലത്.
ഈ ശശാങ്ക ചേട്ടന്റെ ഭാര്യയെ സാവിത്രി ചേച്ചി സാറിന് അറിയാലോ. അവരൊരു പ്രത്യേക ടൈപ്പാ. ഈ ശശാങ്ക ചേട്ടനെ വക വയ്ക്കൂലെന്ന്. അവരുടെ ഇഷ്ടം മാത്രമേ നടക്കൂ. വീട്ടിലാണെന്നുണ്ടെങ്കിൽ നല്ല കാശുണ്ട്, പക്ഷെ അത് മുഴുവന് അവർക്ക് തോന്നുന്ന പോലെ ചിലവാക്കൂ. ശശാങ്ക ചേട്ട എന്ത് പറഞ്ഞാല് അനുസരിക്കൂല. വീട്ടിൽ സമാധാനം ഇല്ലാതെ വരുമ്പോ ആണുങ്ങൾ കുടിച്ചു പോവില്ല സാറേ. ഈ പറയുന്നതിൽ ഒരു കാര്യവുമില്ല. ആളുകൾ കള്ളു കുടിക്കാൻ കണ്ടെത്തുന്ന ഓരോരോ കാരണങ്ങൾ, അത്രേ ഉള്ളൂ. അങ്ങനല്ല. ഇപ്പൊ സാറിന്റെ വീട്ടില് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തോണ്ട് കാര്യത്തിന്റെ ഗൗരവം അറിഞ്ഞൂടാ. ഉത്തമ, എനിക്കെല്ലാം മനസ്സിലാകും. ആരെങ്കിലും ശശാങ്കൻ ചേട്ടനെ ഒന്ന് കാര്യമായി ഉപദേശിച്ച് മനസ്സിലാക്കിപ്പിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം എന്നേ തീരുമായിരുന്നു. സാറേ, ഇത് ഉപദേശിച്ചില്ലെന്ന് ആരാണ് പറഞ്ഞത്? മെമ്പർ ഗോപാലൻകുട്ടി ചേട്ടനെ ഈ ശശാങ്ക ചേട്ടനെ വിളിച്ച് ഭയങ്കരമായിട്ട് ഉപദേശിച്ചതാണ്. അപ്പൊ ശശാങ്ക ചേട്ടൻ ഗോപാലൻകുട്ടി ചേട്ടനെ ചോദിക്കാണ്, എടേ ഗോപാലൻകുട്ടി, നിന്റെ ഭാര്യ നിന്നെ അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്ന്. അതോടെ മെമ്പർ ഗോപാലൻകുട്ടി ചേട്ടന് ഉത്തരം മുട്ടി. ഉത്തരം മുട്ടാതെ ഉപദേശിക്കണം. ഒരാളെ ഉപദേശിക്കുമ്പോ അവർക്ക് നമ്മളെ ആദ്യം വിശ്വാസം വേണം. അതിന് ചില പൊടിക്കൈകളുണ്ട്. ഞാനിപ്പോ കാണിച്ചു തരാം. ഇതാരാ? ശശാങ്ക ചേട്ടാ, ഞാൻ കെ മോഹനകൃഷ്ണൻ സാർ, വില്ലേജ് ഓഫീസർ. നമസ്കാരം സാർ. എനിക്ക് ശശാങ്ക ചേട്ടനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ കരമൊക്കെ കൃത്യമായി അടച്ചതാണല്ലോ. അതല്ല, ശശാങ്ക ചേട്ടൻ ഇങ്ങനെ രാവിലെ മുതൽ മദ്യപിച്ച് ആരോഗ്യവും സമ്പത്തൊക്കെ നശിപ്പിക്കുന്നത് വലിയ കഷ്ടമല്ലേ? സാറേ, സാറിനത് പറയാം. എന്ത്? പക്ഷെ എന്റെ വീട്ടിലെ അവസ്ഥ സാറിനറിയോ? പറഞ്ഞില്ലേ സാറിന്റെ അടുത്ത്? സാറിനെ പോലെ സുഖമായി ജീവിക്കുന്നവർക്ക് അതൊന്നും മനസ്സിലാവില്ല. ഞാൻ സുഖമായിട്ടാണ് ജീവിക്കുന്നത് ആര് പറഞ്ഞു? ശശാങ്ക ചേട്ടൻ അറിയാമോ, എന്റെ ഭാര്യ ഒരു വക്കീലാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര അഹങ്കാരി. ഞാൻ പറയുന്ന ഒന്നും അവൾ അനുസരിക്കില്ല. എന്തു പറഞ്ഞാലും തർക്കുത്തരം പറയും. വക്കീലല്ലേ, അങ്ങനെ ചെയ്യൂ. പിന്നെ ധൂർത്ത്, കിട്ടുന്ന ഫീസ് മുഴുവൻ അവൾ അപ്പൊ തന്നെ ധൂർത്തടിക്കും. പോരാത്തതിന് എന്റെ ശമ്പളവും. ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് നടന്നു പോകുമ്പോൾ അവൾ സ്കൂട്ടറിലാണ് പോകുന്നത്. ശശാങ്ക ചേട്ടൻ അറിയാലോ അത്. ഇത്രയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഞാൻ ഇന്ന് വരെ ഒരു തുള്ളി കള്ളു കുടിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? ഭാര്യ ധിക്കാരിയായത് കൊണ്ട് നമ്മൾ കള്ളു കുടിക്കുമ്പോ ആരുടെ ആരോഗ്യ പോകുന്നത്? നമ്മുടെ ഇല്ല, അവർക്കൊന്നും പറ്റുന്നില്ലല്ലോ. ചുരുക്കത്തിൽ നമ്മൾ തോൽക്കും, അവർ ജയിക്കും. അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്. ശശാങ്കൻ ചേട്ടൻ കൂടി നിർത്തി സാവിത്രി ചേച്ചിയെ തോൽപ്പിക്കണം, എന്നെ പോലെ. സാറ് പറയുന്നൊക്കെ സത്യമാണോ? സത്യം സാറേ, ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത്. എന്ത്? ഇതുപോലൊന്നും ആരും എന്നോട് സംസാരിച്ചിട്ടില്ല. സാറ് പറഞ്ഞതാ കാര്യം. എനിക്കെല്ലാം മനസ്സിലായി. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. സത്യം. ഞാൻ വരട്ടെ സാറേ. സാറേ, മനസ്സിലായല്ലോ? ഉത്തമ, ഒരാൾ നമ്മളെ വിശ്വസിക്കണമെങ്കിൽ അയാൾക്ക് നമ്മളോട് സ്നേഹം തോന്നണം. ആർക്ക്? അയാൾക്ക് നമ്മളോട് സ്നേഹം തോന്നണം. അയാളുടെ പ്രശ്നം തന്നെയാണ് നമ്മുടെയും പ്രശ്നമെന്ന് അയാൾക്ക് മനസ്സിലായി കഴിയുമ്പോ നമ്മൾ പറയുന്ന പരിഹാരവും അയാൾ കേൾക്കും. കെ മോഹനൻ സാറിനെ സമ്മതിക്കണം. സാറേ, ഇതൊക്കെ എവിടുന്ന് പഠിച്ചത്? ഒരു
ഒരു ചായ എടുക്ക്. നല്ല ക്ഷീണം. എന്തോട്ടി പതിവില്ലാത്തൊരു ക്ഷീണം? രാവിലെ 10 മണി മുതൽ 5 മണി വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് കെ മോഹനകൃഷ്ണൻ സാർ. അത് കഴിഞ്ഞ് 2.5 കിലോമീറ്റർ നടന്നാണ് ഞാൻ ഇവിടെ എത്താറുള്ളത്. അത് മോഹനേട്ടൻ വായിച്ചുകൊണ്ടല്ലേ. ഒരു സ്കൂട്ടറോ കാറോ വാങ്ങിയിരുന്നെങ്കിൽ ഇങ്ങനെ നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഒരു ഓട്ടോ വിളിക്കുക, അത്ര വലിയുള്ളൂ കാര്യം. കാശ് ചെലവാക്കാനുള്ള അടുത്ത വഴി അവൾ ആലോചിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഭാമേ, നീ ഈ പറയുന്ന പോലെയൊക്കെ കാശ് ചെലവാക്കിയിരുന്നെങ്കിൽ നമ്മുടെ കുടുംബം ഇപ്പൊ കുത്തുപാള എടുത്താൽ. എന്നെ പറ്റി തന്നെ ഇത് പറയണം മോഹനേട്ടാ. ഇന്ന് വിദ്യയുടെ തുണി എടുക്കാൻ പോയിട്ട് ഒരു തുവാല് പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. അല്ല, 1 ചുരിദാറുണ്ടായിരുന്നു അവിടെ. ഞാനപ്പോ അത് വേണ്ടെന്ന് വെച്ചു. എന്തുകൊണ്ടാ? മോഹനേട്ടൻ സന്തോഷമാവട്ടെ എന്ന് കരുതിട്ട്. മോഹനേട്ടന്റെ സന്തോഷത്തെ കരുതി എന്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ വേണ്ടെന്ന് വെക്കുമ്പോ പിന്നെ എന്നെ വെറുതെ ഇങ്ങനെ കുറ്റം പറയാൻ നിൽക്കില്ല മോഹനേട്ടാ. ഞാൻ കുറ്റം പറഞ്ഞില്ലല്ലോ. പിന്നെന്താ? അല്ലെങ്കിൽ തന്നെ നിന്നെ പറ്റി ഞാൻ നാട്ടുകാരോട് നല്ലത് മാത്രമേ പറയാറുള്ളൂ. അതെനിക്ക് അറിയാഞ്ഞിട്ടാ. ഞാൻ ഷർട്ട് കൊണ്ട് മാറി വരാം. അവിടെ നീ പോയി ചായ എടുക്ക. അതാരാ? ശശാങ്കൻ ചേട്ടനോ? നമസ്കാരം വക്കീലേ. എന്താ ശശാങ്കൻ ചേട്ടാ? അല്ല, ഞാൻ വക്കീലിനൊന്ന് കാണാൻ വന്നതാ. എന്താണ്? വല്ല കേസിന്റെ കാര്യമാണോ? കേസാണോ എന്ന് ചോദിച്ച കേസാണ്. പക്ഷേ അത് വക്കീല് സാധാരണ വാദിക്കുന്ന പോലൊരു കേസല്ല. പിന്നെന്താണ്? വക്കീലിനറിയാലോ, ഞാനും സാവിത്രിയും തമ്മിൽ കല്യാണം കഴിഞ്ഞ് അന്നു തുടങ്ങിയ വഴക്കാ. അവൾക്കെന്നെ ഒരു ബഹുമാനവും ഇല്ല, എന്റെ വാക്കിന് ഒരു വിലയും തരത്തില്ല. അവളുടെ ധിക്കാരം കണ്ട് കണ്ട് സാഗി കേട്ടപ്പോഴാ ഞാൻ വെള്ളമടി തുടങ്ങിയത്. എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, ഞാൻ വലിയ ആളുമല്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവൾ എന്നെ വകവയ്ക്കാത്തെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി അതൊന്നുമല്ല കാര്യമെന്ന്. നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഒരുപോലെയാണ്. ആണുങ്ങളെ ബഹുമാനമില്ലാത്ത അഹങ്കാരികൾ. സാറൊന്നും പറയണ്ട, പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. ഈ നാട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളത് സാറിനെയാണ്. അങ്ങനെയുള്ള സാറിനെ ധിക്കരിക്കുന്ന ഈ വക്കീലിനോട് 2 വർത്തമാനം പറഞ്ഞിട്ടെന്ന കാര്യം. അത് വിട്. എങ്ങനെ പോയി? നിങ്ങൾ ഈ സാറിനെ ബഹുമാനിക്കാതെ തോന്നും പോലെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് ഈ സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്റെ ദൈവമേ, എന്റെ ജീവൻ തൊലഞ്ഞു. കിട്ടിയ കാശ് മുഴുവൻ തോന്നും പോലെ ചിലവാക്കുന്ന നിങ്ങൾ അനുഭവിക്കും. വക്കീലിന്റെ തോന്നിയാസത്തെ പറ്റി പറഞ്ഞപ്പോ ഈ വലിയ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞു പോയി. എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ട് നിങ്ങളോട് 2 വർത്തമാനം പറയാൻ തന്നെ വന്നത്. സാറിനെ അനുസരിച്ച് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞ വക്കീലിന് കൊള്ളാം. എന്തൊക്കെയായി പറയുന്നത്? അയ്യോ, എനിക്കൊന്നും മനസ്സിലായതില്ലല്ലോ. അടുക്കള പോയി ചായ എടുത്ത് കുടിക്കട്ടെ. എനിക്ക് മനസ്സിലായി മോഹനേട്ടൻ. എന്താ മനസ്സിലാക്കിയത്? മോഹനേട്ടൻ എപ്പോഴാണ് ശശാങ്ക് ചേട്ടനോട് ഇതൊക്കെ പറഞ്ഞെന്ന് മാത്രം ഇനി പറഞ്ഞാൽ മതി. എന്ത്? ചേട്ടനെ അമിതമായ മദ്യപാനം നിർത്തിക്കാൻ വേണ്ടിട്ട് വെറുതെ ഞാൻ അയാളുടെ കൂടി നിർത്തിക്കാൻ വേണ്ടി എന്നെ പറ്റി അനാവശ്യം പറയുക. അതെ അതെ, കൊള്ളാം മോഹനേട്ടാ. ഇതാണോ കുറച്ചു മുന്നേ മോഹനേട്ടൻ എന്നോട് പറഞ്ഞത്? എന്നെ പറ്റി നാട്ടുകാരോടല്ല നല്ലതേ പറയാറുള്ളൂ, നല്ലതേ പറയാറുള്ളൂ. എന്ത്? ഞാൻ കാശ് ദൂർത്തടിക്കും അല്ലേ? ഇന്ന് ചുരിദാർ വാങ്ങാതിരുന്നത് എന്റെ മര്യാദ. നാളെ എന്റെ കയ്യിലുള്ള മുഴുവൻ പൈസക്ക് ഞാൻ ചുരിദാർ വാങ്ങിയിരിക്കും. നോക്കൂ. ഇനിയിപ്പോ മുഴുവൻ ചെലാക്കാൻ നിൽക്കണ്ട. ഒരു ചുരിദാറാണെങ്കിൽ മേടിച്ചോ, ഒരു ചുരിദാർ മേടിച്ചാ മതി. ഒരു നല്ല ഉദ്ദേശം ചെയ്തതാ, അതിപ്പോ ഇങ്ങനെ ആവുന്നു ഞാൻ അറിഞ്ഞ.
ഒരു ചെറിയ കണക്ക് കൂട്ടൽ മാത്രമാണ് തെറ്റിയത്. നല്ല ഉദ്ദേശം വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വഷളായി പോവാനുള്ള സാധ്യതയുണ്ടെന്ന് വില്ലേജ് ഓഫീസർ ചിന്തിച്ചില്ല. എന്തായാലും ഈ പ്രശ്നം ഒരു ചുരിദാറിൽ അവസാനിച്ചതിൽ ആശ്വസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരും.